കുട്ടപ്പന്റെ മറ്റൊരു ക്ലൗൺ ആവട്ടെ ഇപ്പൊ കത്തിയെടുത്ത് കാക്കാഷി അങ്ങനെ ലോക്ക് ചെയ്യും. അതിന് കാക്കാഷി അവൻ ചിരിച്ചിട്ട് പറയും, ഞാൻ ഇതുവരെ മാച്ച് പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അപ്പോഴേക്ക് നീ എന്നെ ലോക്ക് ചെയ്തോന്ന് ചോദിച്ച് അവനാവട്ടെ ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് അവിടുന്ന് എസ്കേപ്പ് ആവാൻ തുടങ്ങും. കുട്ടപ്പനും ബാക്കിയുള്ളവരും അത് കണ്ട് വണ്ടർ അടിച്ച് ഇപ്പൊ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കും. കട്ട് ചെയ്താ ഇപ്പൊ സാൻഡ് വില്ലേജില് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് സെക്യൂരിറ്റീസിനെ കൊന്നു കളഞ്ഞിരിക്കുകയാണ്. യൂറോ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ അവിടേക്ക് വന്ന ആ 2 പേര് ഇപ്പൊ യൂറോയോട് സംസാരിക്കാൻ തുടങ്ങും. ഒരുപാട് താങ്ക്സ് യൂറോ, നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്ന് അതിലൊരുത്തൻ ഇപ്പൊ യൂറോയോട് ചോദിക്കും. എനിക്ക് നിങ്ങൾ ആരാണെന്ന് മനസ്സിലായി ലോർഡ് സാസുരി എന്ന് പറഞ്ഞ് അവനാവട്ടെ അവർക്ക് മുൻപിൽ തല കുനിക്കും. ആക്ച്വലി ഈ ഒരു ക്യാപ്റ്റൻ യൂറോയും അവരുടെ ഗ്യാങ്ങിൽപ്പെട്ട ഒരുത്തനാണ്. യൂറോ അവരെ 2 പേരെയും ഇപ്പൊ ഗ്രാമത്തിനുള്ളിലേക്ക് പതിയെ അകത്തേക്ക് കൊണ്ടുപോകും. ഇവർ 2 പേരും ഇപ്പൊ സാൻഡിന്റെ അകത്തു നിന്നാണ് പുറത്തേക്ക് വന്നത്. ഇവർക്ക് ആവശ്യം മറ്റാരെയുമല്ല, സാക്ഷാൽ സാൻഡിന്റെ രാജാവായിട്ടുള്ള നമ്മുടെ ഗാറയാണ്. അപ്പൊ കയ്യിൽ സഞ്ചിയുള്ള ആ ഒരു വില്ലനാവട്ടെ അവന്റെ കൈ നിവർത്തും. അപ്പൊ പെട്ടെന്ന് അവന്റെ കയ്യിലുള്ളിലൂടെ ഒരു കുരുവി അത് പറന്ന് പുറത്തേക്ക് ഇറങ്ങും. വില്ലൻ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പക്ഷി